കഴിഞ്ഞ വർഷം നിർഭാഗ്യവശാൽ നമ്മുടെ നന്ദികേശൻ താഴെ വീണ ഒരു അപകടം ഉണ്ടായി. വർഷം ഒരു രാജകീയ തിരിച്ചുവരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അടിപൊളി. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കാള ഓച്ചിറയിലാണ്, അതായത് നമ്മുടെ കൊല്ലത്താണെന്നുള്ളതാണ്. അതായത് നന്ദികേശന്മാർ എന്ന് പറയുന്നത് ചുവപ്പ് ഒന്ന് വെള്ളയാണ്. അപ്പൊ ഈ വെള്ള സൂചിപ്പിക്കുന്നത് പാർവതിദേവിയും ചുവപ്പ് ശിവനെയാണ് ഉദ്ദേശിക്കുന്നത്. കൃഷിയിടങ്ങളിൽ നിന്ന് ഇതിന്റെ വിളവെടുപ്പ് ഉത്സവം വരുമ്പം അതിനുവേണ്ടി കഷ്ടപ്പെട്ട നന്ദികേശന്മാരെ കൊണ്ട് ആനയിച്ച് ഓച്ചിറ ക്ഷേത്രത്തിൽ വരികയും അവര് വിള ചെയ്ത ഫലങ്ങളെല്ലാം ഓച്ചിറ വല്യച്ഛന് സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. പിന്നീട് അത് കെട്ടുരൂപങ്ങളായി മാറി. അങ്ങനെ ആകാശമുട്ടുള്ള കാളകൾ വന്നു. ഇപ്പോൾ അങ്ങനെ നമുക്കൊരു വേൾഡ് റെക്കോർഡ് ലഭിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാള എന്നുള്ള വേൾഡ് റെക്കോർഡ് കിട്ടി. എല്ലാവർക്കും നമസ്കാരം. പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്റെ പുറകിൽ എന്തായി കാണുന്നതെന്ന്. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാർക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മലയാളി എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നൊരു നിമിഷമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കാള ഓച്ചിറയിലാണ്, അതായത് നമ്മുടെ കൊല്ലത്താണെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ രാത്രിയും പകലൊന്നും ഇല്ലാതെ മെനക്കെട്ടിരുന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇതിന്റെ ആചാര്യം, ഇത് എങ്ങനെയാണ് നമ്മൾ ഈ കാള ഇവിടുന്ന് അമ്പലം വരെ എത്തണമെങ്കിൽ എത്ര സമയം എടുക്കും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ ചോദിക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം, സ്കിപ്പ് അടിക്കാതെ കാണാം. ഓക്കെ ചേട്ടാ, അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കാളയാണ്. അതെ അതെ അതെ. അപ്പം ഈ ഓച്ചിറയിലാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഒരു ഇത്ര വ്യത്യസ്തമായിട്ടില്ലെങ്കിൽ ഇത്ര വലിയൊരു കാളയെ നമുക്ക് ഇതേപോലെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തോന്നിയത്? 2019 ഇതിന്റെ തുടക്കം ഫസ്റ്റ്. അപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ടൊരു കാളയെ നിർമ്മിക്കണം. അതിന് മുമ്പ് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ അപ്പൊ എല്ലാ വർഷവും ഓരോ വലിയൊരു കാള വരുമ്പോഴത്തേക്ക് നാട്ടിലൊരു അത്യാവശ്യമൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ വലിയ തടിയെ കണ്ടപ്പോ നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള ഒരു തടിയാണ് കിട്ടിയത്. അപ്പൊ ഇങ്ങനെ അളവ് എടുത്തെടുത്ത് വന്ന് എന്നാ പിന്നെ 1ാം നമ്പർ ചെയ്താൽ എന്താന്നുള്ളൊരു പ്ലാൻ വന്നു. ലോകത്തിലെ 1ാമത്തെ അല്ലേ വെച്ച് നോക്കുമ്പോ എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ആചാരങ്ങളുണ്ടല്ലോ, ആചാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അതായത് നന്ദികേശന്മാർ എന്ന് പറയുന്നത് ചുവപ്പ് ഒന്ന് വെള്ളയാണ്. അപ്പൊ ഈ വെള്ള സൂചിപ്പിക്കുന്നത് പാർവതിദേവിയും ചുവപ്പ് ശിവനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആചാരപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ കൃഷിയിടങ്ങളിൽ നിന്ന് ഇതിന്റെ വിളവെടുപ്പ് ഉത്സവം വരുമ്പം അതിനുവേണ്ടി കഷ്ടപ്പെട്ട നന്ദികേശന്മാരെ കൊണ്ട് ആനയിച്ച് ഓച്ചിറ ക്ഷേത്രത്തിൽ വരികയും അവര് വിള ചെയ്ത ഫലങ്ങളെല്ലാം ഓച്ചിറ വല്യച്ഛന് സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. പിന്നീട് അത് കെട്ടുരൂപങ്ങളായി മാറി. അങ്ങനെ ആകാശമുട്ടുള്ള കാളകൾ വന്നു. ഇപ്പൊ അങ്ങനെ നമുക്കൊരു വേൾഡ് റെക്കോർഡ് ലഭിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാള എന്നുള്ള വേൾഡ് റെക്കോർഡ് കിട്ടി. പിന്നെ കഴിഞ്ഞ വർഷം നിർഭാഗ്യവശാൽ നമ്മുടെ നന്ദികേശൻ താഴെ വീണ ഒരു അപകടം ഉണ്ടായി. എല്ലാവർക്കും ഭയങ്കര അതിന് പകരമുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മള് സേഫ്റ്റിയിലൊക്കെ കൂടുതൽ ശ്രദ്ധ നോക്കി, ഇരുമ്പ് പണിയിലായാലും എല്ലാം ചെയ്ത് വർഷം ഒരു രാജകീയ തിരിച്ചുവരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഓച്ചിറ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരു 200 മീറ്റർ ഇപ്പുറത്തായിരിക്കും അല്ലേ? 500 മീറ്റർ ഉണ്ട്. 500 മീറ്റർ ഇപ്പുറത്തായിരിക്കും. അപ്പൊ ഇവിടുന്ന് കാള ഓച്ചിറ വരെ എത്തണമെങ്കിൽ എത്ര സമയം പിടിക്കും? നമ്മൾ രാവിലെ ഒരു 7-7:30 പിടിക്കാൻ പ്ലാൻ. കാള ഇറങ്ങി നേരെ തിരിഞ്ഞ് നിൽക്കണമെങ്കിൽ ഒരു 3 മണിക്കൂർ എടുക്കും. ഒന്ന് ചുമ്മാ തിരിയണമെങ്കിൽ 3 മണിക്കൂർ. നേരെ ഇറങ്ങി തിരിയാൻ 3 മണിക്കൂർ എടുക്കും. പിന്നെ ഒരു ഉച്ച തിരിയുമ്പോഴത്തേക്ക് ഓച്ചിറ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തും. അവിടെയും തിരിയാൻ ഒരു 3 മണിക്കൂർ എടുക്കും. 3 മണിക്കൂർ. അതെന്തുകൊണ്ടാ തിരിയാൻ ഇത്ര സമയം എടുക്കുന്നത്? നമുക്ക് പെട്ടെന്ന് എടുത്ത് വലിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം അല്ലല്ലോ. ഓരോ അടി വെക്കുമ്പോഴും അതേ അത്രയും കെയർ കൊടുത്ത് പതുക്കെ കാളിക്കുന്ന ഒരു ആട്ടോ ഉലുക്കോ ഒന്നും വരാത്ത രീതിയിൽ അത്രയും കെയറോടെ നോക്കി കണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എനിക്ക് ഇതിന്റെ കാര്യങ്ങളല്ലേ, ഹൈറ്റ് ആ സംഭവങ്ങളൊക്കെ ഒന്ന്. ഹൈറ്റ് ഞാൻ അതിന്റെ കൂടെ കയറി ഇന്ന് കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ ഹൈറ്റ് എത്ര വരുമെന്നുള്ള കാര്യം. എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ല, ഇതാണ് ഇതിന്റെ ആക്ച്വൽ ഹൈറ്റ്. ഒരു 18.25 അടി ഉയരമുണ്ട് നമ്മുടെ ശിരസിന്. ഞാനിവിടെ നിന്നിട്ട് പോലും എനിക്ക് ഇതിന്റെ കണ്ണിന്റെ എത്ര ഉള്ള ഹൈറ്റ്. അപ്പൊ ഞാൻ ഒരാൾ കൂടെ നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ഹൈറ്റ് മനസ്സിലാവാൻ പറ്റുള്ളൂ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇവിടെ നമ്മുടെ ഓച്ചിറ തന്നെയാണോ? പിന്നെ ഓച്ചിറ തന്നെയാണ്. ഇതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കാള, അത് വലിയൊരു കാര്യം. കാരണം നമുക്ക് ഇന്ത്യക്കാര് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കാള ഓച്ചിറയിലാണുള്ളത്. ഉറപ്പായിട്ടും. അപ്പൊ ഈ ഒരു ഓച്ചിറക്കാരൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഓച്ചിറക്കാരനുള്ള നിലയിൽ ഈ കാളയുടെ ഒരു കമ്മിറ്റി അംഗം ആകാൻ പറ്റിയതിൽ ഏറ്റവും വലിയ അഭിമാനമാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്. ഓക്കെ. ഓണത്തിന് ലീവ് കിട്ടിയില്ലെങ്കിലും
ഞാൻ 28 ഓണത്തിന് ഇവിടെ വന്നിരിക്കും. വന്നിരിക്കും. ഓണത്തിന് ലീവ് വന്നില്ല 28 ഓണം ആവുമ്പോ. കാരണം ഇവിടുത്തെ ഒരു എന്താ പറയാ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഇതാണ്. പിന്നല്ലേ ഞങ്ങൾ ഓണം അങ്ങനെ അധികം ആഘോഷിക്കാറില്ല. ഞങ്ങൾ 28 ഓണാണ് ആഘോഷിക്കുന്നത്. അതുപോലെ ഈ വട്ടം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട്, കാരണം ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ലായിരുന്നു കാളയപ്പണിയാണുള്ളത്. പിന്നെ ഇതിനെ അത് കാരണം ഞങ്ങൾ ഡിലേ ആയിപ്പോയി, കുറച്ച് ഡിലേ ആയിപ്പോയി. നല്ല ഡിലേ ആയതുകൊണ്ടാണ് ഇപ്പോഴും പണി തീരാതെ നിൽക്കുന്നത്. ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കാനുള്ളതാണല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നിങ്ങളുടെ കമ്മിറ്റിയുടെ പേര് എന്ന് പറയാം? കമ്മിറ്റിയുടെ പേര് വിശ്വപ്രജാപതി കാലഭൈരവന്റെ കമ്മിറ്റി. ഓക്കെ, അപ്പൊ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാളയനെ ഒരുക്കുന്നത് അല്ലേ? ഓക്കെ, നൈസ് ടു മീറ്റ്. ഓക്കെ, അടിപൊളി. ഓക്കെ, താങ്ക് യു. ചേട്ടാ, കഴിഞ്ഞ വട്ടം ഒരു ചെറിയ ദുരന്തം നമുക്ക് സംഭവിച്ചല്ലോ. അപ്പൊ ഒരുപാട് ആളുകൾ പറഞ്ഞു ഇനിയിപ്പം ആമാരെ കൊണ്ടൊന്നും പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ എനിക്ക് എന്താ പറയാ ഭയങ്കര ഒരു തിരിച്ചുവരവാണ്. അതിന്റെ പിറകുള്ള രഹസ്യം എന്താ? ഇപ്പം ഞങ്ങളുടെ കമ്മിറ്റി അംഗമാണെങ്കിൽ തന്നെയും കുറച്ച് പേരേ ഉള്ളൂ. അതിനെ പറ്റി വലിയ ആൾക്കാരൊന്നുമില്ല. എല്ലാ പിള്ളേരും അധികം പറ്റൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല. എല്ലാം ഇപ്പം എല്ലാം പാവം പിടിച്ച പണിക്കാർ ജോലി ചെയ്താണ്. അങ്ങനെയാണ് നമ്മുടെ ഫീലിങ്സ്. അപ്പം രാവിലെ ഈ ഇപ്പൊ ഒരു ഇച്ചിരി കാര്യങ്ങൾ തുടങ്ങിയാണ് ഇത്ര ആയത്. രാവിലെ തുടങ്ങി. തുടങ്ങിയതാണോ? അല്ല, നമ്മളിപ്പോ അധികം നാളായിട്ട് ദിവസം നമ്മുടെ പണി തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 10 ദിവസം അല്ലെ ഒരു 15 ദിവസം അത്രയൊക്കെ ആയി കാണും. എളുപ്പമുള്ള ഇതാ. നമുക്ക് ഇടം കിട്ടാനൊക്കെ ഒരുപാട് സമയമായി. പിന്നെ നമുക്ക് ആദ്യമേ കിട്ടിയ ഇടം അത് സെറ്റായില്ല. പിന്നെ കാലഭൈരവന് ആ ഒരു പേര് തന്നെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കാളയാണ്. അതെ അതെ. ഈ പറഞ്ഞില്ലേ ഇത്രയും അംഗങ്ങള് കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേര് അവരുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇത്രയും വലിയ ആയത്. ഓക്കെ, അപ്പം എന്തോ ഒരു അവാർഡ് നമുക്ക് കിട്ടിയില്ലായിരുന്നു? ഏറ്റവും വലിയ കാളയ്ക്കുള്ള അവാർഡ്. ആ സമയത്തൊക്കെ വീട്ടുകാരില്ലെങ്കിൽ ഇതേപോലെ നാട്ടുകാര്, അതായത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോ ജോലിക്ക് വല്ലതും പൊക്കൂടാ അങ്ങനെ കാര്യം ചോദിച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും. അപ്പൊ അവരെന്താ പറഞ്ഞത് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോ? അവർക്ക് ഇങ്ങനൊരു സംഭവം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അവന്മാരിങ്ങനെ ഒപ്പിക്കുമെന്ന് പോലും. രാവിലെ ഈ പോകുന്നതല്ലാതെ ഇതിന് ചുമ്മാ കാളാല്ലാതെ പക്ഷെ ആരും പ്രതീക്ഷിക്കുന്നില്ല ഒരു സംഭവം. പക്ഷെ കഴിഞ്ഞോട്ടം നമുക്ക് കഴിഞ്ഞല്ല ഇപ്പം 2-3 കൊല്ലമായി നമുക്ക് കിട്ടിയപ്പോ തന്നെ ആ വീട്ടിൽ നിന്നായാലും നാട്ടുകാരുടെ അടുത്തു നിന്നായാലും അവന്മാർക്ക് കിട്ടിയല്ലോ അങ്ങനെ സംഭവം. ഇപ്പൊ ആ ഒരു ഇതുണ്ടല്ലേ, മോനെ പോണില്ലേ? അതായത് പണ്ടൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്തിനാടാ പോണത്, ഇപ്പൊ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. മോനെ പോണില്ലേ, 28 പോകുന്നില്ലേ? നമ്മുടെ കാലഭൈരവന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് ഹൈറ്റ്, പിന്നെ നമ്മുടെ എല്ലാ കാളകളെയും കാട്ടും ഇച്ചിരി അധികമായ വീതിയുള്ള റോഡ് വേണം. ചെറിയ കെട്ടുരുപ്പിടിയൊന്നും അല്ല. അപ്പൊ ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ, ഇപ്പൊ നമ്മുടെ ഈ ലൈൻ കമ്പി ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഈ കാളെ കൊണ്ടുപോണ സമയത്ത് ഇതൊക്കെ എന്താ ചെയ്യാ? സൈഡിൽ തട്ടുവോ അല്ലെങ്കിൽ? ഇല്ല, നമ്മളെ ആ ഒരു കാര്യത്തിൽ ശിവയൊക്കെ നമുക്ക് നേരത്തെ ഊരി തരും. അല്ലെ അത് ഊരാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഈ ലൈൻ കമ്പി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുട്ടിന് അവിടെ വരെ ഉള്ളൂ. അത് ഊരിയില്ലേ പോകാൻ പറ്റില്ല. ഇപ്പൊ തന്നെ പോസ്റ്റ് ആയാലും ബാക്കിയുള്ള എല്ലാം ലൈൻ കമ്പിയൊക്കെ അവര് KCB എല്ലാവരും മാറ്റണം. അല്ലാതെ നമ്മളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും, ഉച്ച കഴിയുമ്പോ വൈകുന്നേരം ആകുമ്പോഴല്ലേ അമ്പലത്തിൽ കയറാം. നമ്മൾ ഇവിടുന്ന് പിടിച്ച് രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴാണ് നേരം. പിന്നെ ഈ വട്ടത്തെ നേരെ നോക്കി അത് നമ്മളെ ഒരു പ്ലാനിങ് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് വേണം എല്ലാം. നല്ല തിരക്കായിരിക്കും അല്ലേ ഇവിടെ? നല്ല ഏതാണ്ട് ഇപ്പൊ ഇന്നലെ ക്ഷീരസഭ ക്ഷേത്രമായിരുന്നു. അപ്പം അറിയാം, നോക്കിയ സോഷ്യൽ മീഡിയ നമ്മളാണ് ഫുള്ള് 28 ഓണായി കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. പൊളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളിപ്പോ കണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കാളയുടെ വിശേഷങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കിത് കാണണമെങ്കിൽ 28 ഓണം ആകുമ്പോൾ ഓച്ചിറയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.